ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ച് ഒരു ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലെല്ലാം കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഓവനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ 1 കപ്പ് റാഗി പൗഡർ എടുത്ത് ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൗഡർ, ഗോതമ്പ് മാവ് എടുത്ത് 1 കപ്പ് അത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, അത് അത്രയും മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നല്ലോണം ഇളക്കണം കേട്ടോ. അത് കുറച്ചൊരു ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, അതിനേക്കാൾ കുറവായിട്ടാണ് ഞാൻ ആ ഉപ്പ് ഇട്ടിരിക്കുന്നത്. എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഈ ഗോതമ്പ് പൗഡറും റാഗിയും ബേക്കിംഗ് പൗഡർ, ഉപ്പ് എല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാനായിട്ട് നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ. ഒരു 2 പ്രാവശ്യം നിങ്ങൾ അരിച്ചോളൂ. ഞാനിത് 2 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഒരു വ്യത്യാസമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. എല്ലാം ചേർന്ന് നന്നായി മിക്സായിട്ട് വരാനായിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഈ പഞ്ചസാര പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കപ്പ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്യുവാണ്. പഞ്ചസാരയും റാഗിയും ഗോതമ്പിൻ്റെയും മിക്സും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇത് നമുക്ക് ശർക്കര വെച്ച് ഉണ്ടാക്കാം. ഇപ്പം ഞാനിത് പഞ്ചസാര വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേങ്ങ അത് നന്നായിട്ട് നമ്മൾ കുറച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് നല്ലോണം പൗഡർ ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്, ഞാനിത് ഡ്രൈ ആയിട്ട് കോക്കനട്ട് പൗഡർ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ആഡ് ചെയ്യുന്നത്. ഇത് കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്. അത് വാങ്ങി നമുക്കത് മിക്സ് ചെയ്താലും മതി. ഈ തേങ്ങയും കൂടെ നേടുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ ചേർത്തത്. പിന്നെ ഞാൻ ബദാമും കാഷ്യൂനട്ടും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഈ പൗഡറിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു 1/2 കപ്പ് നെയ്യ് അത് കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുത്ത് പോയി. അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഈ പൗഡർ എല്ലാം ചേർന്ന് ഈ ഗീയിൽ നല്ലോണം മിക്സ് ആവണം. നമുക്കിത് ബട്ടറിലും ഉണ്ടാക്കാം, പക്ഷേ ഞാനിപ്പോൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇപ്പം നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ എടുക്കാം കേട്ടോ. 1/2 കപ്പ് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ബട്ടർ നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചാലും മതി. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്ലേവർ ഇല്ലാത്ത ഒരു എണ്ണ, അത് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഉപയോഗിച്ചാൽ മതി. ഇത് ഞാൻ ഗീ മുഴുവൻ ആഡ് ചെയ്യുവാണ്. 1/2 കപ്പ് ഉള്ളൂ കേട്ടോ. ഇത് എല്ലാം ചേർന്ന് നല്ലോണം മിക്സ് ആവണം കേട്ടോ. നമ്മൾ ഈ പുട്ടിനൊക്കെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്യില്ലേ, വെള്ളവും പുട്ട്, അതേപോലെ തന്നെ നല്ലോണം ഇത് മിക്സ് ആക്കണം. ഇത് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ നല്ലോണം കുഴച്ചെടുക്കണം നമുക്ക്. കുറച്ച് നേരം സമയം എടുക്കും കേട്ടോ ഇതൊന്ന് കുഴച്ച് വരാനായിട്ട്. എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ എല്ലാവരും.
അത് പുട്ടിൻ്റെ മാവ് പോലെ ഞാൻ കുഴച്ചെടുത്തേ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അത്രയും ആവശ്യം വരില്ല, കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ച് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കറിയാം മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾക്കറിയാം എന്തുമാത്രം മിൽക്ക് നമ്മൾക്ക് ആവശ്യമുണ്ടെന്ന്. ഇപ്പം ഞാൻ 1/4 കപ്പേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അതായത് 2 ടേബിൾ സ്പൂണ് അത് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിനൂടെ ഞാൻ ആഡ് ചെയ്യുക കേട്ടോ. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. നന്നായിട്ട് കുഴക്കണം കേട്ടോ. വാനില എസൻസ് അതിൽ എല്ലാത്തിലും മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കണേ. ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാം, വലിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചായക്ക് ഈ ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാനിങ്ങനെ ഉരുട്ടി നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനോട്ട് പാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് അത് ഉരുട്ടി നോക്കണം. ഉരുട്ടി നോക്കിയിട്ട് ഷേപ്പ് വരുന്നുണ്ടോ നമുക്ക് നോക്കണം. നോക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 1/4 കപ്പ് പാലും മതി നമ്മൾക്ക്. അത് എല്ലാം നന്നായിട്ട് ഷേപ്പാക്കിയിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ വെക്കുകയാണ് കേട്ടോ. ഓരോന്നും എല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഷേപ്പാക്കിയിട്ട് അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നിങ്ങളത് ഉണ്ടാക്കിക്കോളൂ. ഇപ്പം ഞാനിങ്ങനെ റൗണ്ടായിട്ട് എടുത്തതേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് ഷേപ്പാക്കി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുക. ഇത് ഞാനെല്ലാം ഷേപ്പാക്കി എടുത്തു. നോക്കിക്കേ, ആ 1/4 കപ്പ് പാല് പിന്നെയും ബാലൻസായി. ഇതിന് നമുക്കിത് ആവശ്യമില്ല. ഇനി ഇത് ഞാൻ ഇന്ന് കുക്കറിൽ കാണിക്കുന്നില്ല, ഞാനിത് രണ്ടും ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഈ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 10 നിമിഷം 180 ഡിഗ്രിയിൽ. അതിലേക്ക് ഇത് മാറ്റിയിട്ട് ഞാൻ ഒരു 25 നിമിഷമാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. ഇപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. എല്ലാവരും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്.